ഏവർക്കും ഷെഫി പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സിയിൽ നിരന്തരമായി ചോദിക്കുന്നതും അതുപോലെ തന്നെ കൺഫ്യൂസിംഗ് ആയ ഫാക്റ്റുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് പി എസ് സിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഓരോ ടോപ്പിക്കുകളും നമ്മൾ ഈ ഒരു ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, കൺഫ്യൂസിങ് ഫാക്റ്റ് 10 നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒന്നാമതായി നമുക്ക് നോക്കാം തൈറോക്സിൻ്റെ തൈറോക്സിൻ നമുക്കറിയാം എന്താണെന്നുള്ളത്. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖമാണ് എന്ത്? കരോട്ടിനിസം. എന്താണ്? കരോട്ടിനിസം. അടുത്ത ചോദ്യം, തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന അസുഖമാണെന്ത്? മിക്സഡിമ. എന്താണ്? മിക്സഡിമ. അപ്പോൾ തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖമാണെന്ത്? കരോട്ടിനിസം. എന്താണ്? കരോട്ടിനിസം. കരോട്ടിനിസം എന്നാണ് ആവശ്യം മതി. കരോട്ടിനിസം കുട്ടികൾ കരയും. അപ്പോൾ കരോട്ടീൻ. അപ്പോൾ തൊട്ടിയിലാട്ടും. കരഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ തൊട്ടിയിലാട്ടും. അതാണെന്ത്? കരോട്ടിനിസം. റെഡിയാണല്ലോ. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളുണ്ടാകുന്ന അസുഖമാണെന്ത്? കരോട്ടിനിസം. എന്താണ്? കരോട്ടിനിസം. കുട്ടികൾ കരയൂലേ? തൊട്ടിയിലാട്ടും നമ്മൾ. അടുത്ത, തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിലുണ്ടാകുന്നതാണെന്ത്? മിക്സഡിമ. എന്താണ്? മിക്സഡിമ. മിക്സ് നമ്മൾ മിക്സി ഉപയോഗിക്കില്ല, വലിയ മിക്സി ഉപയോഗിക്കുക. അപ്പോൾ അത് മാറാതിരിക്കാൻ വേണ്ടി പറഞ്ഞാണ് മിക്സഡിമ എന്ന് പറഞ്ഞാൽ. മിക്സ് അടിക്കല കുട്ടികളോടൊന്നും ചെയ്യിപ്പിക്കില്ല അത് ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ മിക്സഡിമ എന്താണ്? നമ്മുടെ മുതിർന്നവരിൽ ഉണ്ടാകുന്ന അസുഖമാണെന്ത്? മിക്സഡിമ. ഇനി അടുത്താണ് പഴങ്ങളുടെ രാജാവ് മാമ്പഴം, പഴങ്ങളുടെ രാജ്ഞി മാംഗോസ്റ്റി. റെഡിയാണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ്. പാലിലടങ്ങിയിരിക്കുന്ന പഞ്ചസാരയെ വിളിക്കുന്ന പേരാണെന്ത്? ലാക്ടോസ്. അങ്ങനെയാണെങ്കിൽ പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യത്തിന് എന്താ പറയുക? കേസിൻ. എന്താ പറയുക? കേസിൻ. മാംസ്യത്തിന് കേസിൻ. മറ്റേതെന്താണ്? ലാക്ടോസ്. ലാക്ടോസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ടല്ലോ കുട്ടികൾക്ക് നമ്മൾ ലാക്ടജിൻ കൊടുക്കുക. ലാക്ടജിനില്ലേ നമ്മൾ അല്ലേ കൊടുക്കാറ്? നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുള്ളത് ലാക്ടോസ്. പാല് കുട്ടികൾക്ക് കൊടുക്കണമല്ലേ ലാക്ടോസ്. അപ്പോൾ അതിലെ പഞ്ചസാര കുട്ടികൾക്കൊരു മധുരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണെന്ത്? ലാക്ടോസ്. ഇനി പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യമാണിത് കേസിൻ. എന്താണ്? കേസിൻ. ഈ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്ന ഹോർമോൺ ഏതാണ്? ഗ്ലൂക്കഗൺ. ഇനി കുറക്കുന്ന ഹോർമോണാണത്? ഇൻസുലിൻ. ഇൻസുലിൻ. ഗ്ലൂക്ക എന്നല്ല കൂട്ടുക കൂട്ടുക. ഗ്ലൂക്കഗൺ കൂട്ടുക. ഇനി കുറക്കുക ഇൻസുലിൻ. ഇന്നുള്ളിൽ ഇൻസുലിൻ. എന്ന് പറഞ്ഞാൽ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് താഴെ എന്ന് പറയും ഗ്ലൂക്ക കൂട്ടുക. ഇൻസുലിൻ എന്ത് ചെയ്യുക? കുറക്കുക. റെഡിയാണല്ലോ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം നമുക്ക്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച വ്യക്തി KR ഗൗരിയമ്മയാണ്. നോക്കണേ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച വ്യക്തിയാണ് ആര്? KR ഗൗരിയമ്മ. അടുത്തത്, കേരളത്തിൽ ഒരേ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച വ്യക്തി. മറ്റേത് ഏറ്റവും കൂടുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. ഇവിടെ എന്താ പറയണത്? കേരളത്തിൽ ഒരേ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച വ്യക്തിയാണ് ആര്? KM മാണി. ആരാണ്? KM മാണി. ഇനി ഇന്ത്യയിലോ ഏറ്റവും അധികം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച വ്യക്തിയാണ് ആരാണ്? ഡോക്ടർ K പത്മരാജൻ. ആരാണ്? ഡോക്ടർ K പത്മരാജൻ. ഓക്കെ, റെഡിയാണല്ലോ. ഒരു കൺഫ്യൂഷൻ ഫാക്റ്റായിട്ട് വരുന്നതാണിത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.
അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. താങ്ക് യു.